എൻ ശ്രീകുമാർ, സംഘപരിവാറിന് അതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് ശബരിമലയുമായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സുവർണാവസരം എന്നുള്ളത് BJP നേരത്തെ തന്നെ ശ്രീധരൻ പിള്ളയുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ ഒരു സുവർണാവസരത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അവിടെയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കാത്തത്? കോൺഗ്രസ് ഇന്നതിനെ രാഷ്ട്രീയ കാപട്യം എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ ആക്ഷേപിക്കലില്ലേ അത്, എൻ ശ്രീകുമാർ? നാളെ വരുന്ന 3500ഓളം ആളുകളുണ്ട്. SNDPയുടെയും NSSന്റെയും ഒക്കെ പ്രതിനിധികളുണ്ട്. 25 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അവരെ അവഹേളിക്കലില്ലേ? എൻ ജയകുമാറിനെ പോലെയുള്ളവരുണ്ട്. ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വരുന്നവരുണ്ട്. മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും ദേവസ്വം പ്രസിഡന്റിനെയും ഒക്കെ വിട്ടേക്കൂ. പക്ഷെ അവിടെ എത്തുന്ന 3500ഓളം ഭക്തരെ വില കുറച്ച് കാണുകയാണോ ഇതൊരു രാഷ്ട്രീയ കാപട്യമാണെന്ന് പറയുന്നതിലൂടെ? നോക്കൂ ഡോക്ടർ അരുൺ, ഇതിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിലുള്ള ചില സംശയങ്ങൾ തീർത്തു കൊടുക്കണം. അവിടെ നടക്കുന്ന സംഗമത്തിൽ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചുകൊണ്ട് അവർ നടത്തുന്ന സംഗമം ഗവൺമെൻറ്റും ആ പാർട്ടിയും ദേവസ്വം ബോർഡും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈശ്വരവിശ്വാസികൾക്ക് ഒരു ഈശ്വരവിശ്വാസികൾ അല്ലാത്തവർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു സൈദ്ധാന്തിക വശമാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷം 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്, ഭക്തർക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ UDF കാലത്ത് സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗമന ചിന്ത കാണിക്കാൻ വേണ്ടി അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ നിലപാട് ഗവൺമെൻറ് എടുത്തു. അത് തിരുത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഗവൺമെൻറ് ഉത്തരം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം പിന്നൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലെ അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. അയ്യപ്പ സംഗമത്തിനോട് ഇത്രയധികം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം എന്താണ് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്ന് ഗവൺമെൻറ് കേൾക്കാൻ സന്നദ്ധത കാണിക്കണമായിരുന്നു. അവർ 3 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ അനുവദിച്ചു എന്ന് മേനി നടിച്ചവരാണ്. ആ 3 അടിയന്തര പ്രമേയങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രവുമായി സെക്ഷൻ റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ ശ്രീകുമാർ. അല്ല, ഞാൻ പറയട്ടെ, കോടതിയിലിരിക്കുന്ന വിഷയങ്ങളൊക്കെ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷം അതിന് കൊടുത്ത മറുപടി. നിയമസഭാ ചട്ടങ്ങളിലെ കൃത്യമായിട്ടെല്ലാം നമുക്കറിയാത്തതുകൊണ്ട് ഞാനൊരു കാരണം ചൂണ്ടിക്കാണിച്ച് തന്നെ ഞാൻ പറയാം, അതിൻ്റെ മറ്റു കാര്യങ്ങളോട് പറയാം. അപ്പോൾ അടിയന്തര പ്രമേയ കാര്യത്തിൽ അവർ ചർച്ച ചോദിച്ചില്ല, പോട്ടെ. അരുൺകുമാർ പറയുന്നത് പോലെ തന്നെ കോടതിയിലിരിക്കുന്നുവെന്ന് ഗവൺമെൻറ്റും പറഞ്ഞ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പുറത്ത് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ അറിയാമല്ലോ. ഇങ്ങനെയാണ് ഞങ്ങൾ ആ തിരുവിതാംകൂർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സത്യവാങ്മൂലത്തിലെ തിരുത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തി പറയാം. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയത് എനിക്ക് തോന്നുന്ന 2-3 മാസം മുമ്പാണ്. ഇന്നലെ ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞത് ലോകമെമ്പാടുള്ള ഭക്തരെ ആകർഷിക്കാനാണെന്നാണ്. എന്ത് ആകർഷിക്കുക എന്ന് വെച്ചാൽ ആത്മീയ ടൂറിസം എന്തൊക്കെ ഒരു പറയുന്നുണ്ട്. എന്ത് ആത്മീയ ടൂറിസം ശബരിമലയിൽ? ഏതൊരു ഭക്തനും അവരെ ആകർഷിക്കുകയൊന്നും വേണ്ട, പരസ്യവും കൊടുക്കേണ്ട, അവരവിടെ ചെന്നോളും ഭക്തരാണെങ്കിൽ. പിന്നെ മറ്റു കാര്യം വിശ്വാസ്യത വേണം. ആദ്യം തന്നെ എന്ത് വിശ്വാസ്യത എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, ഇവരൊരു വനിതാ മതിൽ നടത്തി ഇല്ലേ അക്കാലത്ത്, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ. അത് കഴിഞ്ഞു. അതിനുശേഷം നവകേരള സദസ്സ് നടത്തി. അത് കഴിഞ്ഞു. അതിനുശേഷം 2-3 ലോക കേരള സദസ്സ് നടത്തി. അത് കഴിഞ്ഞു. അതിനുശേഷം ആഗോള നിക്ഷേപ സംഗമം നടത്തി. അത് കഴിഞ്ഞു. ഈ ഗവൺമെൻറ് അവസാന കാലത്ത് എന്തോ ഒരു വികസന യാത്ര പ്രമുഖരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞു. ഇതിലൊന്നും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമം. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അയ്യപ്പ സംഗമം എന്നുള്ള പേരിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ സംശയം ഉയർത്തിയിരുന്നു. കാരണം അയ്യപ്പൻ എന്നൊരു വിശേഷണം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ വ്രതമനുഷ്ഠിച്ചിട്ട് ആ സമ്മേളനത്തിൽ വരണം. അത് അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പം ഒരു പോസ്റ്റർ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന് കാണുന്നുണ്ട്. അത് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം എന്നാണ്. അത് ആ പോസ്റ്റർ നിങ്ങളുണ്ടാക്കിയതാണോ ഗവൺമെൻറ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ചാൽ തരക്കേടില്ലായിരുന്നു. കാരണം അയ്യപ്പ ഭക്ത സംഗമം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിന്നാണ്. അതിൽ ഇവർ നേരത്തെ പറഞ്ഞ എന്താ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പടമില്ലാത്തതും അയ്യപ്പൻ്റെ പടമില്ലാത്തതും ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ടുമായി പോകുന്ന ചിത്രമില്ലാത്തൊക്കെ ചർച്ചയായി. ദേശീയ ഇംഗ്ലീഷ് ചാനലുകൾ പറഞ്ഞ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന് അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പോസ്റ്ററിൽ നിന്നും അയ്യപ്പൻ പുറത്തുപോയി എന്നാണ്.
ഇത് ദേശീയ തലത്തിൽ ചർച്ചയായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ സംശയം വരും. കാരണം ഇവർ ഈ സംഗമം എല്ലാം ആഗോളം, എല്ലാം ലോകം, ഇത് നടത്തിയിട്ടൊരു ഗുണമില്ലെന്ന് നമുക്ക് മനസ്സിലായി. 3500 പേരെ ഒരു സമ്മേളനത്തിൽ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും മന്ത്രിമാരുടെ പ്രസംഗവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും, അതിനൊരു അപേക്ഷാ ഫോറം കൊടുക്കും, അത് പൂരിപ്പിക്കണം. ഇതൊക്കെ അപേക്ഷാ ഫോറൊക്കെ പൂരിപ്പിക്കാൻ ഓരോ അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ മതി, ഭക്തന്മാർക്ക് അവർ പൂരിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ 10 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം രൂപ 10 കോടി രൂപ ചിലവ് വരും. ഈ 10 കോടി 8 കോടി രൂപ ഉണ്ടെങ്കിൽ അത് ശബരിമലയ്ക്ക് കൊടുത്തൂടെ ഈ ഇത് നടത്തുന്നതിന് പകരം? അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത് പാർട്ടിയുടെ തീരുമാനമാണോ, അതല്ല മുന്നണിയുടെ തീരുമാനമാണോ, അതല്ലെങ്കിൽ ഇത് ക്യാബിനറ്റിൻ്റെ തീരുമാനമാണോ? അതല്ല, ഇത് ആരും തീരുമാനിക്കാത്ത ഏതെങ്കിലും ഒരു CPM ഒരു വിഭാഗത്തിൻ്റെ തീരുമാനമാണോ? ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ള വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ BJP ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് സത്യത്തിൽ അതിൻ്റെ ആവശ്യം എന്താ? ബദൽ അയ്യപ്പ സംഗമം നടത്തുമ്പം ഇവരെ ഇടതുമുന്നണി നടത്തുമ്പോൾ എന്തിനാ BJP ഭയക്കുന്നത്? എന്തിനാ? അവർ നടത്തിപ്പോക്കോട്ടെ എന്ന് വെക്കണം. ഡോക്ടർ അരുൺകുമാറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു UDF ബഹിഷ്കരിക്കാൻ. UDF ബഹിഷ്കരിക്കുന്നു പറഞ്ഞിട്ടില്ല. UDF പറഞ്ഞ എന്താണ്? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് 3 ചോദ്യങ്ങളാണ്, അതിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല. പോകേണ്ടവർക്ക് പോകാം, പോകാത്തവർക്ക് പോകാതിരിക്കാം. അതിൻ്റെ ഉത്തരം പിന്നീട് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ NSS ഒക്കെ അവിടെ നാളെ ചെല്ലുന്നത്. എന്തുകൊണ്ടാണ്? സത്യവാങ്മൂലത്തിലെ മാറ്റം വരുത്തണ്ടേ? ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുമോ ഇല്ലേ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയാണ് ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ശരി, ഇത് വേണ്ട, കോടതി ആയിക്കോട്ടെ, കുഴപ്പമില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് പത്രസമ്മേളനം നടത്തി പറയായിരുന്നല്ലോ നാളത്തെ പ്രധാന പരിപാടികൾ എന്താ. അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം നാളെ പ്രസംഗിക്കാനേ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, അദ്ദേഹത്തോട് തിരിച്ച് സംശയം ചോദിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക. ഇതെന്താണ് ഡോക്ടർ അരുൺ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് സംശയം. അപ്പം ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് ആരൊക്കെയാണ് എന്നൊരു തീരുമാനവും അതിൻ്റെ വളരെ ലിഖിതമായ ചില നിർദ്ദേശങ്ങളും വേണം. ഇപ്പോൾ നോക്കൂ, മലബാർ ദേവസ്വം ബോർഡ് നിങ്ങൾ പറഞ്ഞില്ലേ, മലബാർ ദേവസ്വം ബോർഡ് പറഞ്ഞു സ്വന്തമായിട്ട് പോകുന്നവർക്കൊക്കെ പണം കൊടുക്കണം. കോടതി പറഞ്ഞു സ്വന്തം ചെലവിൽ പോകാൻ. അപ്പോൾ ആരാണ് ആ തീരുമാനം എടുത്ത്? ആരാ? മലബാർ ദേവസ്വം ബോർഡിൻ്റെ മലബാർ ദേവസ്വം ബോർഡിന് ആ പൈസ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ആദ്യത്തെ ചോദ്യം സത്യവാങ്മൂലം തിരുത്തുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് നിയമസഭയിൽ ചോദിക്കുന്ന സമയത്ത് തന്നെ IC ബാലകൃഷ്ണൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും CR മഹേഷിൻ്റെയും ചോദ്യത്തിന് വാസവ മിനിസ്റ്റർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശനം സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം തുടർന്നു വന്ന LDF സർക്കാർ തിരുത്തിയിട്ടില്ല എന്നൊരു മറുപടി അവിടെയുണ്ട്. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ UDF വെറുതെ അരുൺകുമാർ ഒരു മിനിറ്റ് മിസ്റ്റർ ബാബു, അതായത് ഡോക്ടർ അരുൺകുമാർ, ഇതിലൊരു പ്രശ്നമുള്ളൂ. ഇത് എന്താ ഈ സംശയം നിലനിൽക്കാൻ കാരണം എന്താ? ഇപ്പോൾ ഇവരെ യെസ് എന്നാ പറയുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ 3 ദിവസത്തെ അടിയന്തര പ്രമേയ ചർച്ച നമ്മൾ കണ്ടതാണല്ലോ. അവസാനം അതിൻ്റെ ഒരു കാര്യത്തിൽ പുറത്ത് മുഖ്യമന്ത്രിയായിരുന്ന AK സമ്മേളനം ഞാൻ വിവരിക്കുന്നില്ല. നാമജപ ഘോഷയാത്രയിലെ കേസ് അതും UDF പറഞ്ഞ കാര്യമല്ലേ? താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഒരു മുതിർന്ന പത്രപ്രവർത്തനമല്ലേ. ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ക്രിമിനൽ അല്ലാത്ത എല്ലാ കേസുകളും പിൻവലിച്ചു എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാഹനം തല്ലി തകർത്തു, ബൈക്ക് തല്ലി തകർത്തു, അതൊരു ക്രിമിനൽ കേസല്ലേ? അതെങ്ങനെയാ ഇനി സർക്കാർ വിചാരിച്ചാൽ പിൻവലിക്കാൻ പറ്റുക? കോടതി നടക്കുന്ന കാര്യമല്ലേ? അതായത് VD സദസ്യൻ ചോദിച്ച ചോദ്യമുണ്ട്, കോൺഗ്രസ് നേതാക്കൾ ഏത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? ആർക്കൊക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസുണ്ട്? നാമജപ ഘോഷയാത്ര ഇതൊക്കെ ക്രിമിനൽ കേസാണോ അല്ലയോ എന്നൊക്കെ എന്താണ് ഡോക്ടർ? നമ്മളിത് ഇതിനെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കിട്ടാത്ത ഉത്തരം ചോദിച്ചിട്ട് സഹകരിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലാത്തൊരു സത്യവാങ്മൂലത്തെ കുറിച്ച് ചോദിച്ചും ഇല്ലാത്ത പിൻവലിക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയാത്ത ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കാനും പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവുക ശ്രീകുമാർ? നോക്കൂ അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ഞാൻ പറഞ്ഞത് അതായത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വിപ്ലവകരമായ തീരുമാനം ഒരു മിനിറ്റ് മിസ്റ്റർ ബാബു, അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ തീരുമാനം എടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സത്യവാങ്മൂലം തിരുത്താൻ പോയത്. അതറിയാമല്ലോ. അതിനുശേഷം യുവതികളെ ശബരിമലയ്ക്ക് പോലീസ് ആകുമ്പോഴേ കൊണ്ടുവതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് ശബരിമല കാട്ടിക്കുട്ടിയത്? ഒരു ഭക്തരിങ്ങനാണോ കൊണ്ടുവന്നത്? ഓടിക്കയറ്റുക, അതൊക്കെയാണോ? അപ്പം ജനങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് തോന്നിയൊരു സംഗമമാണത്. അത് നടക്കാതിരിക്കുക എന്നുള്ള വേറെ വിഷയം, അതൊരു വിഷയമല്ല. പക്ഷേ ഇത് 3 ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ AK ആന്റണിയുടെ കാലത്ത് ശബരിമലയ്ക്ക് കൊടുത്തിരുന്ന വിഹിതം ഇരട്ടിയാക്കി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 112 ഹെക്ടാർ സ്ഥലമെടുത്ത് കൊടുത്ത് പകരം വനഭൂമി എടുത്ത് ഇടുക്കിയിലെ വനം വകുപ്പിനും കൊടുത്തു.
ഈ ഗവൺമെൻറ് 9 വർഷമായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. 9ാമത്തെ വർഷമാണോ വികസന ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന ചോദ്യമുണ്ട്. ഈ 9ാമത്തെ മാസത്തിൽ 3500 പേരെ 9ാമത്തെ വർഷത്തിൽ 3500 പേരെ വിളിച്ചു വരുത്തി അത് വളരെ ഒറ്റ ദിവസം കൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്ന് പറയുന്നതിൽ വിശ്വാസ്യതയുണ്ട്. 9ാമത്തെ വർഷം ഇനി ഭരണം തീരാൻ 6-7 മാസം ബാക്കി ഉള്ളപ്പോൾ 3500 പേരെ ഒരു ദിവസം കുറച്ച് മണിക്കൂർ പമ്പയിലേക്ക് കൊണ്ടുവന്ന് എന്ത് വികസന പദ്ധതിയുടെ ചർച്ചയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ലോജിക്കലായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് CPM ആണ്. ശ്രീകുമാർ, ഞാൻ വരാം. Debate with Dr. Arun Kumar.